രേണുവിനെ കണ്ടിട്ട് ആരെങ്കിലും സെക്സിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞേ. സുന്ദരിയാണോന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ സെക്സി ആണോന്നോ? മറ്റേ ആ വിഷു ഷൂട്ടൊക്കെ ഇറങ്ങത്തില്ലേ അപ്പൊക്കെ പറയാം. കേട്ടില്ല കേട്ടോ. വിഷു ഞാനൊരു വിവാഹം വേറെ കഴിച്ച എന്നെ സംബന്ധിച്ച് സുധിച്ചേട്ടൻ എന്നുള്ള പേര് പിന്നെ എന്നേക്കുമായിട്ട് എനിക്ക് അദ്ദേഹം പേരല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, അദ്ദേഹം എന്റെ മനസ്സിൽ അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ. എനിക്കത് പോകാൻ താല്പര്യം. എന്നിൽ നിന്ന് ഒരുപാട് ദൂരമാകും സുധിച്ചേട്ടന്റെ പേരെന്ന് പറഞ്ഞ ഇപ്പൊ അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന്റെ പേരാണുള്ളത്. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ മാത്രമാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് രേണു സുധി എന്നുള്ളത്. രേണു സുധി എല്ലാവർക്കും അറിയാം. കൊല്ലം സുധിയുടെ വൈഫാണ് രേണു സുധി. ആ രേണു ഇത്രയ്ക്ക് വൈറലാവാൻ കാരണം എന്താണെന്ന് നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫോൺ തുറന്നു കഴിഞ്ഞാല് അപ്പൊ കാണുന്നത് പടപടപടപടേന്നും പറഞ്ഞിട്ട് രേണുവിന്റെ വീഡിയോസ് ആണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ തന്നെ ഫോൺ എടുക്കുമ്പം ഫുള്ള് കാണുന്നത് രേണുവിന്റെ വീഡിയോസ് ആണ്. അതുപോലെ തന്നെ അതിനകത്തുള്ള കമന്റ്സ് നോക്കിയാൽ കാണാം, എല്ലാവരും പറയുന്നുണ്ട് രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോഴെല്ലാം രേണുവിന്റെ വീഡിയോസ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ രേണുവിന്റെ ചില വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നും. അവരെന്താ ഈ കാട്ട് കൂട്ടുന്നത് എന്ന് ഓർത്തിട്ട്. ശരിക്കും ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഫോൺ ഓപ്പൺ ആക്കുമ്പോഴേ അവരുടെ വീഡിയോസുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും സ്വാഭാവികം ഇരുന്ന് കാണും. ചിലതൊക്കെ കാണുമ്പോൾ നല്ലതായിട്ടുണ്ട്, ചിലതാണെങ്കിൽ നല്ല മോശമായിട്ടുണ്ട്. ഈ സുധി എന്ന് പറയുന്നത് അന്ന് ജോലി ചെയ്തിരുന്ന ആ മിമിക്രി കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നിരുന്നു എങ്കിൽ പോലും കാര്യമായിട്ടുള്ള വരുമാനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കുട്ടികൾക്കോ രേണുവിനോ വേണ്ടിയിട്ട് ഒന്നും സമ്പാദിച്ചു വെക്കാനും ആ സുധിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സുധിയുടെ മരണശേഷം ആ കുടുംബം വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. ആ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് രേണു ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയത്. അതായത് സുധിയുടെ അതേ പാതയിൽ അഭിനയത്തിലേക്ക് തന്നെ ഈ രേണു ഇറങ്ങിയത്. ആദ്യമൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു രേണുവിന്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. ഈ സുധി മരണപ്പെട്ടു എന്ന് കരുതിയിട്ട് മൂലയിൽ ഇരിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ആക്റ്റീവ് ആവാനേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു ഈ രേണുവിന്. എന്നാൽ ആ സപ്പോർട്ട് ചെയ്തവരെ കൊണ്ട് ഇപ്പൊ നെഗറ്റീവ് പറയിപ്പിച്ചിരിക്കുകയാണ് ഈ രേണു സുധി. കാരണം എന്ന് വെച്ചാൽ ഈ സുധിയുടെ പേര് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ടപ്പോൾ ഈ സപ്പോർട്ട് ചെയ്തവർ ഫുള്ള് ഒന്നടങ്കം നെഗറ്റീവിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പൊ അവരാണെങ്കിൽ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല. അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് പോലും അവർക്ക് തന്നെ അറിയില്ല. ഒരുമാതിരി ബോധമില്ലാത്ത പോണക്ക്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, നടു റോഡിൽ കിടന്ന് റീൽസ് ചെയ്യുകയാണ്. തേരപ്പാര വണ്ടികൾ പാഞ്ഞു പോകുന്നുണ്ട്. ആ നടു റോഡിൽ ആ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ ആ നടു റോഡിൽ കിടന്ന് റീൽസ് ചെയ്യുവാണ്. അത്രയും തിരക്കുള്ള ആ ഒരു റോഡിന്റെ നടുക്ക്. എന്താ ഇതിനൊക്കെ പറയാ? രേണു പറയുന്നുണ്ട് എനിക്കിപ്പോ നെഗറ്റീവ് വന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന്. അത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നെഗറ്റീവ് വന്നാലും ഒരു കുഴപ്പമില്ല, എനിക്ക് കുറച്ച് റീച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് ഈ രേണുവിന്റെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വിവാഹ ഫോട്ടോഷൂട്ടുകൾ. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് എന്തോ ഒരു പുച്ഛം പോലെയാണ് തോന്നുന്നത്. നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുകയോ അഭിനയിക്കുകയോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഈ രീതിയിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോൾ ആർക്കായാലും ഒരു വെറുപ്പൊക്കെ തോന്നിപ്പോവും. അത് സപ്പോർട്ട് ചെയ്ത് ഞാനായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. അവരെന്താ ഇങ്ങനെ ആയി പോയത് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ രേണു സുധി പറയുന്നുണ്ട് എനിക്ക് ലൈഫ് ലോങ് എന്റെ സുധിച്ചേട്ടന്റെ ആ സ്മെല്ലുള്ള പെർഫ്യൂം വേണമെന്ന്. ലക്ഷ്മി നക്ഷത്രയോടാണ് പറയുന്നത്. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്, ഏട്ടന്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടന്റെ സ്മെല്ല്. അപ്പൊ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എന്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ മരിച്ചവരുടെ സ്മെല്ല് എടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. എനിക്ക് എന്റെ ഏട്ടന്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന്. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സൂചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷട്ടൂരി ഇടത്തില്ലേ, അപ്പൊ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചോണ്ട് നടക്കുന്നത്?
അത് അടിക്കാൻ പറ്റുന്നതല്ല അല്ല അല്ല അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്. സുധിയുടെ സ്മെല്ല് പെർഫ്യൂമായിട്ട് വേണമെന്ന് അന്ന് ഈ രേണു പറഞ്ഞപ്പോ എല്ലാവർക്കും, അതെല്ലാം കേട്ടവർക്കെല്ലാം വളരെ സങ്കടമാണ് തോന്നിയത്. ആ ലക്ഷ്മി നക്ഷത്രം അന്ന് കരഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്തു തരാം എന്നും പറഞ്ഞിട്ടാണ് അന്ന് അത് ചെയ്തു കൊടുത്തത്. അന്ന് അത് ഒരുപാട് ഇഷ്ടത്തോടു കൂടിയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്. എന്നാൽ അത് ഇപ്പം വളരെ പുച്ഛത്തോടുകൂടിയാണ് ആ പെർഫ്യൂമിനെ കുറിച്ച് പറയുന്നത്. അതൊക്കെ വാടയാണ്, അതൊക്കെ ബോഡിയിൽ അടിക്കാൻ കൊള്ളത്തില്ല, അത് വാടയാണ് എന്നുള്ള ഒരു പുച്ഛഭാവത്തോടു കൂടിയിട്ടാണ് ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടേ രേണു ഇരിക്കുന്നത്. കാലം മാറുമ്പോ കോലം മാറും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ രേണുവിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാലം മാറിയപ്പോൾ അവരുടെ കോലം തന്നെ മാറി. ആ ഒരു പണ്ടത്തെ കോലവേ ഇപ്പൊ മാറിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമാണ് ഏത് കോലത്തിൽ നടക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, ഏതിടണം എന്നൊക്കെ അത് അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ അവർ ഈ കാട്ടിക്കൊടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ചില കോപ്രായങ്ങൾ, അതൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഒരുപാട് ഈ സപ്പോർട്ട് ചെയ്തവർ പോലും ഇത്രയ്ക്ക് നെഗറ്റീവായിട്ട് മുന്നോട്ട് വരുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ പെർഫ്യൂം ഭയങ്കര നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആ ഒരു കരച്ചിലും എല്ലാം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ആ പെർഫ്യൂം വളരെ നാറ്റമാണെന്നും പറഞ്ഞിട്ട് അത് അടിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന കുറെ ആരാധകരുണ്ടായിരുന്നു. അത്രയും നല്ലൊരു കോമഡിക്കാരനല്ലേ. രേണുവിനെ സപ്പോർട്ട് ചെയ്തവർക്ക് പോലും ഇപ്പൊ ഒരു നാണക്കേടായിരിക്കുകയാണ്. ശരിക്കും മനുഷ്യന്മാർ ഇങ്ങനെയും മാറുമോ എന്നാണ് അവരെല്ലാവരും ചോദിക്കുന്നത്. ഈ നെഗറ്റീവ് ഇടുന്നവര് അവർക്കൊരു നെഗറ്റീവ് കാണുന്നത് തന്നെ ഇപ്പൊ രേണുവിനൊരു ഹരമായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് ഇപ്പൊ രേണു പറയുന്നത്. ആദ്യമൊക്കെ പെർഫ്യൂം എന്തൊരു മണമായിരുന്നു, ഇപ്പൊ ദേ കിടക്കുന്നു വളരെ പുച്ഛമായിട്ട് ദേ കിടക്കുന്നു. അത്രയ്ക്കേ ഉള്ളൂ മനുഷ്യര്. രേണുവിന്റെ വീഡിയോസിന് വന്ന ചില കമന്റ്സ് ആട്ടോ, 1-2 ഞാൻ വായിക്കാം. അതിൽ വന്ന ഒരുപാട് കമന്റ്സുകൾ നെഗറ്റീവാണ് ഫുള്ള്. അതിൽ 1-2 കണ്ടില്ലേ അന്ന് പെർഫ്യൂം മണത്ത് കരഞ്ഞവൾ, ഇപ്പോൾ പറയുന്നു വാട പോലും. ഭർത്താവ് മരിച്ചാൽ എന്ത് ഭർത്താവ് ഇല്ല, ഇപ്പൊ പുതിയ വഴികൾ, ക്യാഷാണ് മുഖ്യം എന്നാണ് ഒരാൾ പറയുന്നത്. പിന്നെ ഒരാൾ പറയാണ് സുധിയുടെ പെർഫ്യൂം എക്സ്പയറി ആയ കഷ്ടം, അതുകൊണ്ടായിരിക്കും വാടയെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ എക്സ്പയർ ആയിട്ടായിരിക്കും വാടയെന്നാണ് ഉദ്ദേശിച്ചത്. പണം കിട്ടുമ്പോൾ മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറുമോ? ഓരോരോ പട്ടിഷോ. നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല, ഒന്നുമില്ല, നിങ്ങൾക്ക് അഹങ്കാരത്തിന് കൈയും കാലും വെച്ച പോലെ ഒരുമാതിരി സംസാരം. ഒരാൾ അങ്ങനെയാണ് പറയട്ടോ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച പോലെയുള്ള സംസാരമൊന്നും. ഇവരെ മുൻപ് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇപ്പൊ ഈ കമന്റ്, ഈ നെഗറ്റീവായിട്ട് ഒരുപാട് കമന്റ്സുകൾ നമുക്ക് തരുമെന്ന്. എനിക്ക് എന്റെ ഏട്ടന്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന്. years later നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും, അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്.